ഞങ്ങൾ മനോഹരമായ കൂട്ടുകൂടിയവർക്ക് വേണ്ടി ഞങ്ങളെ ദേശിക്കുന്നു. ഈ പട്ടണത്തിലുള്ള വിശുദ്ധന്മാരിൽ ഉയർന്ന് ഞങ്ങളുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വലിയവനായ ദൈവത്തിൽ തരേണ്ട എല്ലാ മഹത്വവും നിന്നുകൊണ്ട് നിന്റെ കണ്ണിലേക്ക് ഉയർത്തി ആത്മീയവും ശാരീരികവുമായ ബലം പ്രാപിപ്പാൻ ഒരവസരം കൂടി തന്നുകൊണ്ട് ഞങ്ങളെ ദേശിക്കുന്ന കർത്താവേ, ദുർഘടമായ ഒരു ലോകത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അന്ധകാരത്തിലുള്ള ലോകത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളുടെ കാര്യം പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പോരായ്മ വരാതെ മനോഹരമായ കണ്ടുകൊണ്ട് യാത്ര കൊണ്ടുപോകേ നിനക്ക് വേണ്ടി വിശ്വസോടുകൂടി യാത്ര ചെയ്യുവാൻ, വിശുദ്ധിയോടുകൂടി നിൽക്കുവാൻ, കടലിനെ ആരാധിപ്പാൻ, വിശ്വസ്തരായി സേവിപ്പാൻ നിന്നെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതായ സംഭവങ്ങള് ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ കണ്ടുപിടിച്ച് ഒരു മടങ്ങുവരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഓരോരോ കരയുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവങ്ങളാൽ ഞങ്ങളെ നടത്തുവാറാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് ഞങ്ങളുടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ആദ്യം ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് സുഖരോഗന്മാരായി കാലം കഴിക്കുന്നതിന് വേണ്ടിയല്ല, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ലെങ്കിലും അന്ധകാരത്തിന്റെ ലോകത്തിൽ ചെറിയ വിളക്കുകളായി പ്രകാശിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മനോഹരമായ ദൗത്യത്തിന് അവകാശികളായി ശക്തിയോടും ബലത്തോടും മുന്നേറുവാൻ തക്കവണ്ണം വലിയ കാഴ്ചപ്പാടും ദർശനവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ കർത്താവ് ഉണർത്തുമാറാകണം. കർത്താവേ, വിശ്വാസികളെ പൂർവാധികം ശക്തിപ്പെടുത്തുമാറാകണമേ. പോരായ്മകളിൽ നിന്നും കുറവിൽ നിന്നും മടങ്ങി വരുവാനുള്ള ആത്മീകമായ ആഹ്വാനം എല്ലാ ജീവിതങ്ങളുടെയും കൊടുക്കുമാറാകണമേ. സാക്ഷ്യമുള്ളവരായി ഞങ്ങൾ ദേശത്ത് നിൽപ്പാൻ, അനേകരെ നേടുവാൻ ദൈവനാമത്തിന് വേണ്ടി കർത്താവേ ഞങ്ങളുടെ സമയങ്ങളും കാര്യങ്ങളും ചിലവഴിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടി നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിയുള്ള ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തില് നഷ്ടപ്പെട്ടു പോകുന്ന ആയിരങ്ങളുണ്ട് കർത്താവേ, ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ ഇവർക്ക് മനോഹരമായ നിത്യതയ്ക്ക് അവകാശങ്ങളായി തീരുവാൻ, ഞങ്ങളുടെ ഭാഗങ്ങൾ ശക്തമായി ചെയ്യുവാൻ, ദിവസങ്ങൾ ഓരോരോ കരവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടങ്ങിയ നല്ല 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 കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളെ തന്നെ കരുതുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ അവരോട് കണ്ടുപിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ തക്കണം ആത്മീകമായ ദർശനം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ ധനശാലികളായി പട്ടണത്തിൽ നിൽപ്പാൻ, തികഞ്ഞ ആത്മീയന്മാരായി പട്ടണത്തിൽ നിൽപ്പാൻ, ഞങ്ങൾ സാക്ഷികളുടെ ഒരു സമൂഹമായി പട്ടണത്തിൽ നിൽപ്പാൻ ആത്മീയമായ ശക്തി, ആത്മീയമായ ദർശനവും കാഴ്ചപ്പാടും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുപാലിന്റെ ദാസന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അക്കായി ശരിഭാവേനും ചെറിയൊരു ആലയമാണ് പടുന്നെങ്കിലും അവരുടെ ദർശനത്തിന് മുമ്പിൽ അവർ മനോഹരമായ ഒരു ദൂരം കണ്ടുകൊണ്ടാണ് അവർ പടുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പോൽക്കാലം ഗ്രഹിപ്പാൻ കാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ ശാശ്വത ഭവനമല്ല. ഞങ്ങളിത് വിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മനോഹരമായ നിത്യനഗരമുണ്ട്. അവിടെ ചെന്നേരുവാൻ, സിയോൻ യാത്രക്കാരായി പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിത് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ കർത്താവെ ഇരട്ടി ബലത്തോടെ ശക്തിയോടും കൂടി ഇവിടെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.